ആ ചെറുപ്പക്കാർക്ക് അപകടമുണ്ടായി. അവർ പേടിച്ചുകൊണ്ട് അവർ വളരെ ദേഷ്യത്തോടെ, വളരെ വൈരാഗ്യ ബുദ്ധിയോടെ അപ്പോൾ തന്നെ മനുവിനെ പിടിച്ച് ഡോറിലൂടെ പുറത്തേക്ക് തള്ളുകയാണ് ഉണ്ടായത്. അങ്ങനെ മനുവിൻ്റെ 2 കൈയും ട്രെയിൻ കയറി ഇറങ്ങി നഷ്ടപ്പെടുകയാണ് ആ നിമിഷത്തിലുണ്ടായത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൈമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. അതും നമ്മുടെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ്. അത് ചെയ്തതാകട്ടെ ഒരു മലയാളി, ഡോക്ടർ സുബ്രഹ്മണ്യൻ അയ്യർ. ഒരു 40ഓളം സ്ട്രക്ചേഴ്സ് ഉണ്ട് ഈ ലെവലിലൊക്കെ വരുമ്പോൾ. എല്ലാ വള്ളികളും അതേപോലെ നെർവ്സ്, ടെൻഡൻസ്, സ്കിൻ എല്ലാം പിടിപ്പിക്കുമ്പോഴത്തേക്ക് ഉദ്ദേശം ഒരു 14 മുതൽ 16 മണിക്കൂർ വരെ എടുക്കും. ഇങ്ങനെ രോഗികളുടെ അവസ്ഥ കാണുമ്പോൾ ഡെവലപ്ഡ് നേഷൻസിൽ മാത്രമേ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല പ്രിപ്പറേഷനോടുകൂടിയാണ് അന്ന് തുടങ്ങിയത്. ബിനോയ് ബേസിക്കലി ഒരു ഗ്ലാസ് വർക്കറാണ്, ഗ്ലാസ് പെയിന്റർ ആയിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ആ ഡൊണേഷനും ഈ ട്രാൻസ്പ്ലാന്റും. മനുവിന് 2 കൈകളും ലഭിച്ചത് ബിനോയുടെ കൈകളാണ്. ബിനോയ് ഇപ്പോഴും മനുവിന്റെ ആ 2 കൈകളിലൂടെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഓർഗൻ ഡൊണേഷനെ കുറിച്ചും ഓർഗൻ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുമുള്ള ധാരണകൾ ഇന്ത്യയെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു. കാരണം അത്രയ്ക്ക് വളരെ വൈഡ് സ്പ്രെഡ് ന്യൂസ് ഇതൊരു ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞത് പോസിറ്റീവായിട്ടാണ് വളരെ ഇത് വന്നത്.